ആദിൽ പാലോടുകൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദിൽ, IDF-ന്റെ ഒരു വാർത്താക്കുറിപ്പ് അത് അല്പസമയം മുമ്പ് പുറത്തു വന്നു. അതിൽ ചില പ്രധാന നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം അവർ വിശദീകരിക്കുന്നുണ്ട്. അതിൽ അവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ പ്രതിരോധ മന്ത്രി, ചീഫ് ഓഫ് മിലിറ്ററി ബ്യൂറോ ഓഫ് സുപ്രീം ലീഡർ, ചീഫ് ഓഫ് IRGC തുടങ്ങി പ്രമുഖരായ 7 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെടുന്നത്. ഇതിൽ ഖമനയുടെ പേരില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം ഖമനൈ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ളൊരു അഭ്യൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിനിടയിലെ ഈ വാർത്താക്കുറിപ്പിനെ എങ്ങനെ കാണണം ആദിൽ പാലോട്? വളരെ പ്രധാനമാണ് റിജിത്ത്. അതായത് 7 പ്രധാനപ്പെട്ട നേതാക്കളുടെ ചിത്രങ്ങളടക്കം ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ ഖമനയുടെ പേരില്ല എന്നത് ശ്രദ്ധേയമാണ്. മണിക്കൂറുകൾക്ക് മുൻപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ ഇറാൻ പരമാധ്യക്ഷൻ എന്ന രൂപത്തിൽ അറിയപ്പെടുന്ന ഖമനയി കൊല്ലപ്പെട്ടിരിക്കാനാണ് സാധ്യത, അതിനുള്ള പ്രവർത്തികൾ പൂർത്തീകരിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തിറക്കിയ കൊല്ലപ്പെട്ടവരുടെ പട്ടികയിൽ ഖമനയി ഇല്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതിൽ നമുക്ക് ആദ്യത്തെ പേരുകാരനായി കാണാൻ കഴിയുന്നത് പ്രതിരോധ മന്ത്രിയാണ്. ഇറാന്റെ പ്രതിരോധ മന്ത്രിയെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അറിയിക്കുന്നത്. അസീസ് നസിർ സാദേഹ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ പേരുകാരൻ സുപ്രീം ലീഡർ, പരമോന്നത നേതാവ് അലി ഖമേനിയുടെ മിലിറ്ററി ബ്യൂറോയുടെ ചീഫ് എന്ന നിലയിൽ അറിയപ്പെടുന്ന ആ സ്ഥാനം വഹിക്കുന്ന മുഹമ്മദ് ഷിറാസി എന്നയാളാണ്. അങ്ങനെ പ്രധാനപ്പെട്ട 2 പേരുടെ വിവരമുണ്ട്. മൂന്നാമതായി സുപ്രീം ലീഡറുടെ ഖമേനിയുടെ തന്നെ സുരക്ഷാ ഉപദേഷ്ടാവാണ് അലി സംഖാനി എന്നാണ് പേര്. അങ്ങനെ 3 പേർ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട 3 പേരെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. IRGCയുടെ അധ്യക്ഷനെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആകെ 7 പേരുടെ പട്ടിക ഇപ്പോൾ IDF ചിത്രങ്ങളടക്കം പുറത്തുവിട്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഖമേനിയുടെ പേര് കാണുന്നില്ല എന്നത് തന്നെയാണ്. പക്ഷേ പ്രതിരോധ മന്ത്രിയുടെ കൊലപാതകം അല്ലെങ്കിൽ അദ്ദേഹത്തെ വധിച്ചു കഴിഞ്ഞു എന്നുള്ളത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ IDF പുറത്തുവിട്ടിരിക്കുന്നത്. അതിലിത് ഈ അവകാശവാദങ്ങളൊക്കെ ശരിയാണെങ്കിൽ നമ്മൾ ആത്യന്തികമായി ആഗ്രഹിക്കുന്ന ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകണമെന്നാണല്ലോ. ഈ അവകാശവാദങ്ങളൊക്കെ ശരിയാണെങ്കിൽ ഒരു ചർച്ചയിലൂടെ സാധ്യമാകാത്ത തരത്തിലേക്ക് സമാധാനം അകന്നു പോകുന്നു എന്നൊരാശങ്കയുണ്ടല്ലോ ആദിൽ പാലോട്. ഉറപ്പായും അങ്ങനെ തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയെ വധിച്ചു കഴിഞ്ഞെങ്കിൽ തിരിച്ചടി ഉറപ്പാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം തിരിച്ചടി ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് ഇറാൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്തൊക്കെ ആക്രമണങ്ങൾ നടത്തിയോ അതിനൊക്കെ വില നൽകേണ്ടി വരും എന്ന പ്രഖ്യാപനം ഇറാൻ ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചടി ഉറപ്പാണ്. തിരിച്ചടി എന്നുള്ളത് പല രൂപത്തിലായിരിക്കാം എന്ന് ഈ ഘട്ടത്തിൽ തന്നെ നമ്മൾ വിലയിരുത്തുന്നു. അത് നേർക്കുനേർ ഇസ്രയേലുമായും US-ഉമായുമുള്ള പോരാട്ടത്തിലേക്ക് പോകും. മറ്റൊന്ന് വളരെ പ്രധാനമായി ഇവരെ 2 രാജ്യങ്ങളെയും പിന്തുണയ്ക്കുന്ന അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ എയർബേസുകൾ തകർത്ത് അവിടെയുള്ള ജനവാസ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടുള്ള ആക്രമണങ്ങളാകാം. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയാകട്ടെ, ഖത്തറിൽ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതനുസരിച്ച് 8 പേർക്ക് ഈ ആക്രമണങ്ങളിൽ പരിക്കേറ്റു എന്ന് ഇപ്പോൾ ഔദ്യോഗിക മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. 66 മിസൈലുകളാണ് ഖത്തറിൽ പതിച്ചത്. ഇതിൽ വളരെ പ്രധാനം 8 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഒരാളുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നുകൂടി ഖത്തർ അറിയിക്കുന്നു. സമാനമായി മറ്റു രാജ്യങ്ങളിൽ കുവൈറ്റിലടക്കം വലിയ നിയന്ത്രണങ്ങളുണ്ട്. അവിടെയൊക്കെ ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു. ഗുരുതരമായി പരിക്കേറ്റവരുണ്ട്, കൊല്ലപ്പെട്ടവരുണ്ട്. അതിൻ്റെയൊക്കെ പട്ടിക ഔദ്യോഗികമായി ഇപ്പോൾ പ്രസിദ്ധീകരിച്ച് അറിയിച്ചു വരുന്നതേയുള്ളൂ. സ്വാഭാവികമായും ഇറാന്റെ പ്രത്യാക്രമണം ആ വിധത്തിൽ രൂക്ഷമായിരിക്കും അടുത്ത മണിക്കൂറുകളിൽ, അടുത്ത ദിവസങ്ങളിൽ എന്ന് വ്യക്തമാണ്. പ്രതിരോധ മന്ത്രി കൊല്ലപ്പെട്ടു എന്നാണ് IDF ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. റിജിത്ത്, അതിലൊരു ഭാഗത്ത് സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ സജീവമായി ഉണ്ടാകുന്നു. UN രക്ഷാസമിതി ചേരുകയാണ്. അതിൽ 2 രാജ്യങ്ങളും ചർച്ചയ്ക്ക് തയ്യാറാകണം. സമാധാനത്തിനുള്ള ആഹ്വാനം അന്റോണിയോ ഗുട്ടറസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. മറുവശത്താണെങ്കിൽ ചില പ്രധാനപ്പെട്ട രാജ്യങ്ങളും സമവായത്തിന്റെ പാതയിലേക്ക് വരണം എന്നുള്ള നിർദ്ദേശം ചേരിതിരിഞ്ഞ് പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ കൂടി സമാധാനത്തിലേക്ക് വരണം എന്നുള്ള ലക്ഷ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അപ്പോഴും സ്ഥിതിഗതികൾ ശാന്തമാകുന്നില്ല എന്നത് പ്രധാനമാണല്ലോ. ഇതാ ഏറ്റവും ഒടുവിൽ